ഹായ് എവരിവൺ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന നോവലാണ്. ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു. കഥ പറഞ്ഞു പോകുന്നത് വിൻസ്റ്റൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെയാണ്. ആ രാജ്യത്തെ ഒരു മനുഷ്യരെ പോലെ തന്നെ സദാസമയം പാർട്ടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ക്യാരക്ടർ വർക്ക് ചെയ്യുന്നത് സത്യത്തിൻ്റെ വകുപ്പിലാണ്, ട്രൂത്ത്. ചരിത്രം മാറ്റുക, അതാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ജോ. അതിനുശേഷം പ്ലോട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹം ജൂലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ട് ഇഷ്ടത്തിലാകുന്നു. അവിടെ പ്രണയവും കുറ്റമാണ്. സ്നേഹിക്കാൻ പാടില്ല, പാർട്ടിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടല്ലാണ്ട് രണ്ടുപേർ തമ്മിൽ അടുക്കുന്നത് വരെ അവിടെ കുറ്റമാണ്. കുറ്റമെന്ന് പറയുമ്പോൾ തോട്ട് ക്രൈം, ആൻഡ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ തോട്ട് പോലീസ്. വേർഡ്സ് ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഐഡിയോളജീസ് സെയിം ആണ്. ഇവർക്ക് ആ പാർട്ടിയോടും അവരുടെ ആശയങ്ങളോടും താല്പര്യമില്ലാത്ത രണ്ട് ആൾക്കാരാണ്. സോ സ്വാഭാവികമായിട്ട് ഇവർ മോണിറ്റർ ചെയ്യപ്പെടും. ഇവരെ ചതിച്ച് ഇവരെ പിടിക്കും. ഇവരെ പിടിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുക? ഇവരെ വളരെ ക്രൂവലായിട്ട് ടോർച്ചർ ചെയ്യും. ടോർച്ചർ ചെയ്ത് കൊല്ലുക എന്നുള്ളതല്ല ഉദ്ദേശം. ടോർച്ചർ ചെയ്ത് ഇവരെ മാറ്റുക, ഇവരുടെ ചിന്താശേഷിയും സകലവും നശിപ്പിക്കുക, ഇവരെ ഈ പാർട്ടിയുടെ അനുഭാവമുള്ളവരാക്കി മാറ്റുക. ഈ പാർട്ടി എന്ന് പറയുന്നതിനെ മൺമറിഞ്ഞു പോയി ഇപ്പോഴത്തെ രാഷ്ട്രീയ മഹാന്മാരായിരിക്കുന്ന പലരുടെയും മുഖം നമുക്കതിൽ കാണാൻ കഴിയും. ഇതിലെ ക്യാരക്ടറിന്, അതായത് ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ സിംപ്ലി ഒരു ഐഡിയോളജി ആയിട്ട് കണക്കാക്കാം. ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത് മാത്രമേ എനിക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ബട്ട് കവർ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വളരെ ബ്രോഡാണ്. നിലവിലെ രാഷ്ട്രീയ മത സാഹചര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് 1984 തോന്നിയത്. മേ ബി എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു ക്ലാസിക് ബുക്കാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ടൈം.